എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ് കേട്ടോ. കുട്ടികളുടെയും വലിയവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളൊരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ പൗഡറും കൂടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള ഒരു നാരങ്ങയുടെ നീര് ഇതുപോലെ മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതൊരു കോഴിമുട്ടയാണ്. ഈ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മസാല നന്നായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ. എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മസാല ഒരു ചിക്കനിലേക്ക് ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കനിൽ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിലേക്കൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അരമണിക്കൂറിന് ശേഷം വീണ്ടും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഈ ഒരു കോൺഫ്ലോറിന് പകരം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു എണ്ണയിലേക്ക് ഇതുപോലെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള അരിപ്പത്തവിയിൽ 2 തവണയായിട്ട് ഇതുപോലെ ഞാൻ ഒരു അരിപ്പത്തവി നിറയെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ആദ്യം നമ്മൾ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിച്ച് വേണ്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ചിക്കൻ നന്നായിട്ട് നമ്മളൊന്ന് മൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ചിക്കനും ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പില്ലാത്ത ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മൈദയുടെ ഒരു പച്ചച്ചുവയൊന്ന് മാറി വരുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ പശുമ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് 250 ml ആണ് കേട്ടോ. 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പശുമ്പാൽ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു മൈദ ഒരുപാടങ്ങ് കട്ട കെട്ടാതെ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ചെറിയ ചെറിയ കട്ടകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലൊരു വിസ്ക് വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കുറുകി പോവും. തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 2 സ്ലൈസ്ഡ് ചീസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ആ ഒരു കട്ടി മതി കേട്ടോ. ഇതിൽ ഒരുപാടങ്ങ് കട്ടിയായി പോവരുത്. ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ മറ്റ് 2 പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. പപ്പാതി അളവിൽ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഒന്നിലേക്ക് നമുക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും സോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ചില്ലി സോസ് ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ചില്ലി സോസ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു സോസ് നമ്മളൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെതറി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് വെതറി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 4 സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ചീസ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ചൂടായിട്ട് കിടക്കുന്ന ഓവനിലേക്ക് വെച്ചിട്ട് ആ ഒരു ചീസ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് മെൽറ്റായി കിട്ടും. ഓവനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പാനിൽ വെച്ചിട്ട് ഇത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മളിത് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ചിക്കനും എല്ലാം തന്നെ ഞാനിപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെതറിന്നിട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങളും വെതറിയിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു 2 സോസും ഇതുപോലെ മാറി മാറി നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം ഒരു മല്ലിയില ഒരു കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെതറി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഒരുപാട് വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഈ ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസ് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ വീട്ടിൽ ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈവനിങ് ചായയുടെ ഒക്കെ കൂടെയും അതുപോലെ തന്നെ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിക്കൻ ലോഡഡ് ഫ്രൈസ് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.